എല്ലാ സ്നേഹ മനസ്സുകൾക്കും എല്ലാ പൊതുജനങ്ങൾക്കൊക്കെ എൻ്റെയും ടീച്ചറുടെയും നമസ്കാരം. ടീച്ചറെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളിക്കോത്ത് നാട്ടിലെ എന്നല്ല, കാസർഗോഡ് ജില്ലയിലെ പല ആൾക്കാരെയും ആദ്യ അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത ടീച്ചറാണ് ലീല ടീച്ചർ. ലീല ടീച്ചറുടെ ആ ഒരു കവിത, ലീല ടീച്ചറുടെ അച്ഛൻ്റെ കവിത, പക്ഷെ ടീച്ചർ എഴുതിയ പോലെ തോന്നി എനിക്ക് കാണുമ്പോൾ. അതേ അനുഭവം തന്നെയാണ് ഇതിൽ എനിക്ക് തോന്നിയത്. ടീച്ചർ അങ്ങനെ ഒരു പ്രാവശ്യം ചൊല്ലി, അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചൊല്ലി. അന്നേരം എനിക്ക് തോന്നി ടീച്ചറെ സ്വന്തം കവിതയാണ് ടീച്ചർ ചൊല്ലുന്നതെന്ന്. പക്ഷെ അത്രയും മനസ്സിലേക്ക് ഉൾക്കൊണ്ടിട്ട് ടീച്ചർ, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ മൂത്ത മകൻ ലീല ടീച്ചർ, എന്നെ 1ാം ക്ലാസ്സിൽ ആദ്യ അക്ഷരം പഠിപ്പിച്ച ടീച്ചർ. അപ്പോൾ ടീച്ചറോട് ഞാനിങ്ങനെ ഒരു ശ്ലോകം പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം പക്ഷേ ടീച്ചർ വളരെ വാത്സല്യത്തോടെ ഞാൻ ചൊല്ലാം എന്ന് പറഞ്ഞ് തന്നെ, എന്താ പറയണ്ടേ, ഇതിൽ പരം എന്താ ഒരു പുണ്യം വേണ്ടത്. ജീവിതത്തിലെ എൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു സമയം എന്ന് വെച്ചാൽ ഈ എൻ്റെ ഗുരുനാഥയുടെ അടുത്തിരിക്കുന്ന വലിയൊരു മഹാപുണ്യമായിട്ട് ഞാൻ കരുതുന്നു. ഏതായാലും ടീച്ചറുടെ ആ നാവിൽ നിന്നും ഉതിരുന്ന വാക്കുകൾ, ഈ ഒരു അക്ഷരങ്ങൾ നമുക്ക് കേൾക്കാം. ടീച്ചറെ ചൊല്ലാം അല്ലേ? ചൊല്ലാം. ഉണ്ണിത്തൃക്കാൽക്കൽ കാണിക്ക വെക്കുവാൻ ഒന്നുമില്ലെൻ്റെ കയ്യിൽ ഭഗവാനെ, ഉണ്ണിക്കണ്ണനാം വൈദ്യനെ തേടുന്ന കണ്ണ് പോയ നിർഭാഗ്യരോഗി ഞാൻ. കനിഞ്ഞൊന്നു കടാക്ഷിച്ചു നീക്കണേ തൃക്കരത്തിനാൽ, കനിഞ്ഞൊന്നു കടാക്ഷിച്ചു നീക്കണേ തൃക്കരത്തിനാൽ. ആദിത്യനേത്ര മധ്യത്തിൽ കളിക്കും തിമിരാവൃതി. അപരാധ സഹസ്രങ്ങൾ പുറത്തു കരുണാകര, നടതള്ളിയ വത്സത്തെ നിൻ തൊഴുത്തിലണയ്ക്കണേ. പരുന്തും കാക്കയും റാഞ്ചി കൊണ്ടുപോകാതെ എന്നെ നീ കാരുണ്യച്ചിറകനുള്ളിലെന്നും പൊറ്റി പുലർത്തണേ. വന്യസ്വരൂപമാം തങ്ക ദിവ്യ തൃപ്പടിമേലിക, ക്ഷുദ്രജീവിത കർപ്പൂരമപ്പിച്ച് ഏഴദാസിയാദാസനായി. എന്തുള്ളു പാരിലെൻ്റേതായി അത് സർവവും എന്നെയും അർപ്പിച്ചിരുന്നാൽ കൈവന്നതില്ല നീ നീലരത്നമേ. കാണിക്ക വെച്ചു തൃപ്പാദപീഠത്തിൽ മമ ജീവിതം, സന്തോഷിക്കണമീ ജൽപ്പനിവേദ്യം കൊണ്ടു തമ്പുരാൻ. മനസ്സിൽ വളരെ സന്തോഷമായി ടീച്ചറെ. നേരെയായോ? ഓ തീർച്ചയായിട്ടും നേരെയായി, തീർച്ചയായിട്ടും നേരെയായി. ഈ ഒരു കവിത നിങ്ങളുടെ നാവിൽ നിന്ന് എല്ലാവർക്കും ഒന്ന് കേൾക്കണം എന്നുള്ളൊരു മോഹം എന്തായാലും ഉണ്ടാവും. ടീച്ചറെ കുറിച്ച് പിന്നെ മലയാള കവിത സ്നേഹിക്കുന്ന എല്ലാവർക്കും ടീച്ചർ അറിയാം. കാരണം മഹാകവിയുടെ മകൾ ലീല ടീച്ചർ ആർക്കാറിനൂടാത്തത്. പക്ഷേ എൻ്റെ ഒരു മഹത്തായ ഭാഗ്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടീച്ചറുടെ ഒപ്പം ഇരിക്കുന്നതും ടീച്ചർ അക്ഷരം കാണിച്ചു കൊടുക്കുന്നതും ഒക്കെ ഒരു പുണ്യം തന്നെ. ഏതായാലും ടീച്ചറുടെ അനുഗ്രഹം എനിക്ക് എന്നും ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ പറയുന്നു. പിന്നെ ഇതാദ്യം എൻ്റെ പുസ്തകം എഴുതിയ ആൾക്ക് ഇപ്പം അയച്ചു കൊടുക്കണം. ഞാൻ എഴുതിയെന്ന് പറഞ്ഞ പുസ്തകമില്ലേ, കോഴിക്കോട്, എൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് വരി എഴുതിയിരുന്നു. അപ്പം എനിക്കിതൊന്നും പാടാൻ പറ്റും. എന്താ വെച്ചാൽ ഒന്നും പുറത്തിറങ്ങിക്കൂടാ, അച്ഛനുമായിട്ട് നമ്മൾ അത്ര ഇതിലല്ല അല്ല. അപ്പോൾ ഞാൻ